May the love, grace and peace to you from the God, Father, Son and the Holy Spirit. പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് അവന്റെ സ്നേഹവും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. You are welcome to the Word of God Meditation Program, episode number 165. ദൈവവചന ധ്യാന പരിപാടിയുടെ 165ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. Today's meditation word is from James chapter 5, verse 13 to 20. ഇന്നത്തെ ദൈവവചന ധ്യാന ഭാഗം യാക്കോബിന്റെ ലേഖനം അധ്യായം 5 വാക്യം 13 മുതൽ 20 വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുമാണ്. The topic I am going to speak to you is Intercessory prayer. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ളതായ ഒരു വിഷയമാണ്. A greeting of love in the name of Jesus to you all. യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ എല്ലാവരോടും അറിയിക്കുന്നു. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Intercession is one of the greatest privileges God has given to His people, but it is a privilege which carries with it great responsibilities. ദൈവം തൻ്റെ ജനത്തിന് നൽകിയിട്ടുള്ള മഹത്തായ പദവികളിലൊന്നാണ് മധ്യസ്ഥ പ്രാർത്ഥന. എന്നാൽ ഈ പദവി ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയാണ്. The final sentence of verse 16 is the central thought of this passage. The prayer of a righteous man has a great power in its effects. 16ാം വാക്യത്തിന്റെ അവസാന ഭാഗത്താണ് ഈ വേദഭാഗത്തിന്റെ കേന്ദ്ര ആശയം. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന്. Notice James does not say that prayer in itself is powerful. പ്രാർത്ഥന അതിൽ നിന്ന് തന്നെ ഒരു ശക്തിമത്താണ് എന്ന് യാക്കോബ് പറയുന്നില്ല എന്നത് ശ്രദ്ധിക്കുക. We must never think that we have the right at any time, in any circumstance, to come into the presence of God, ask Him for whatever we want, and believe He will give it to us. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും വരുവാനും നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവനോട് ചോദിക്കുവാനും നമുക്ക് അവകാശമുണ്ട്. എന്നാൽ ചോദിക്കുന്നതെല്ലാം അവൻ നമുക്ക് ചെയ്യാമെന്ന് അല്ലെങ്കിൽ ചെയ്യുമെന്ന് നാം ഒരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടുമില്ല. God never promises to do so. ദൈവം അതൊരിക്കലും വാഗ്ദത്തം ചെയ്തിട്ടില്ല. The ministry of intercession is never independent of our obedience and our consent to work with the Lord. സ്വതന്ത്രമായ നമ്മുടെ അനുസരണവും ദൈവത്തോടുകൂടെ നടക്കുവാനുള്ള താല്പര്യവും ഒരിക്കലും മധ്യസ്ഥ ശുശ്രൂഷ ആകുന്നില്ല. Effective prayer is dependent upon a right relationship with God. ഫലകരമായ പ്രാർത്ഥന ദൈവവുമായുള്ള ശരിയായ ബന്ധത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. There can be no true intercession from a life which is still rooted in self or which does not recognize the personal sins. So James emphasizes a concern for others as elders in church care for the people and the confession of this sin. വ്യക്തിപരമായ പാപങ്ങളെ അറിയാത്തവരിൽ നിന്നോ അല്ലെങ്കിൽ സ്വയത്തിൽ വേരൂന്നിയ ജീവിതത്തിൽ നിന്നോ യഥാർത്ഥമായ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് സഭയിൽ മൂപ്പന്മാർ ജനങ്ങളെ കരുതുന്നത് പോലെ മറ്റുള്ളവരെ കരുതുന്നതിനെയും പാപത്തിന്റെ ഏറ്റുപറച്ചിലിനെയും യാക്കോബ് ഊന്നി പറഞ്ഞിരിക്കുന്നത്. This section on intercession comes at the end of a letter in which James had been building up a picture of the righteous man. ലേഖനത്തിന്റെ അവസാനം വരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈ ഭാഗത്താണ് യാക്കോബ് നീതിമാനായ ഒരു മനുഷ്യന്റെ ചിത്രം വരച്ച് കാട്ടുന്നത്. The effectiveness of intercession is independent upon our accepting the responsibility of living according to the faith we profess. ഫലകരമായ മധ്യസ്ഥ പ്രാർത്ഥന ആശ്രയിച്ചിരിക്കുന്നത് നാം സ്വീകരിച്ചിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുവാനുള്ള ഉത്തരവാദിത്വം അംഗീകരിക്കുന്നതിനാലാണ്.
At the same time, let us not be discouraged by thinking that our intercession is useless apart from an almost impossible standard of perfection. അതേസമയം മിക്കവാറും അസാധ്യമായ പൂർണ്ണതയുടെ നിലവാരത്തിൽ നിന്നും വേറിട്ട് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥന പ്രയോജനരഹിതമാണെന്ന് ചിന്തിച്ച് നാം അധൈര്യപ്പെട്ട് പോകരുത്. ജെയിംസ് റിമൈൻഡ്സ് us of എലിച്ച. യാക്കോബ് ഏലിയാവിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. We tend to look back upon the characters of the Bible as near superhuman people, but they were not so. ബൈബിൾ കഥാപാത്രങ്ങളെ തിരിഞ്ഞു നോക്കി നാം അവരെ അമാനുഷിക ശക്തിയായി അല്ലെങ്കിൽ അമാനുഷികർക്ക് അടുത്തവരായി കാണുവാൻ താല്പര്യപ്പെടുന്നു. എന്നാൽ അവർ അങ്ങനെയുള്ളവരായിരുന്നില്ല. They were not mean without faults. Elijah was very fallible. അവർ തെറ്റില്ലാത്ത മനുഷ്യനായിരുന്നില്ല. ഏലിയാവ് അപൂർണനായ മനുഷ്യനായിരുന്നു. Read his story. അവന്റെ കഥ വായിക്കുക. He was not beyond discouragement, wondering what God was doing with him, feeling that God had deserted him. അവൻ അധൈര്യപ്പെട്ട് പോകുന്നവനായിരുന്നു. ദൈവം അവനോട് ചെയ്യുന്നതിൽ അത്ഭുതപ്പെടുന്നവനായിരുന്നു. ദൈവം അവനെ വീക്ഷിച്ചു എന്ന തോന്നൽ അവനുണ്ടായിരുന്നു. He was a man of like a nature with ourselves. അതെ, ദൈവം അവനെ വീക്ഷിച്ചു എന്ന തോന്നൽ അവനുണ്ടായിരുന്നു. എന്നിട്ടും അവൻ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവനും ദൈവമെന്ന ഏക ലക്ഷ്യമുള്ളവനുമായിരുന്നു. Yet he was a man with a great profession of God, a man of single God, the Lord. അതെ, എന്നിരുന്നിട്ടും അവൻ ദൈവത്തിന് വേണ്ടി ദാഹമുള്ളവനും ദൈവമെന്ന ഏക ലക്ഷ്യമുള്ളവനുമായി ആയിരുന്നു. He prayed to God and answered him. അതായത് അവൻ പ്രാർത്ഥിച്ചു, അവന് തുണ നൽകി. This is written for our encouragement. നമ്മുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഇത് എഴുതിയിരിക്കുന്നു. Let us thank God for the ministry of intercession. മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയ്ക്കായി നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. Let us pray that we may understand its great responsibilities and that we may enter into it more fully. അതായത് ഇതിന്റെ വലിയ ഉത്തരവാദിത്വം മനസ്സിലാക്കുവാനും ഇതിൽ കൂടുതലായി പങ്കാളികളാകുവാനും ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Let us pray together. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. Heavenly Father who loves us dearly, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, thank you for the beautiful message we have received today. ഇന്ന് നൽകിയ ഈ മനോഹര സന്ദേശത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. Help us to live a life that conforms to this message we have heard. കേട്ട ഈ സന്ദേശത്തിന് അനുസരണമായ ഒരു ജീവൻ നയിപ്പാൻ അവർ ഞങ്ങളെ സഹായിക്കണം. Bless all who hears this message. ഈ സന്ദേശത്തെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. In the name of Jesus himself we pray. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കും. Amen. Amen. God bless you all. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. Thank you for your participation in this program. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. May the love of God Father, grace of Son and the fellowship of Holy Spirit be with you always and forever. പിതൃപുത്ര പരിശുദ്ധാത്മാവൻ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് അവന്റെ കൃപയും സമാധാനവും കൂട്ടായ്മയും ഇപ്പോഴും എപ്പോഴും ലഭിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ.